നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണുട്ടാ, രാത്രി അവൾ ഇറങ്ങിപ്പോയെന്നോ? അത് അവൾ ഒറ്റയ്ക്ക്. ശാലിനി, ഇത് പതറി നിൽക്കാനുള്ള സമയമല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ശ്യാമയെ കണ്ടെത്തണം. പൂജാ മുഹൂർത്തം ആവുന്നതിന് മുമ്പ് ശ്യാമ ഇവിടെ എത്തിക്കണം, അമ്മ അറിയാതെ. ശ്യാമ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം വിഷ്ണുട്ടാ. പക്ഷെ അധിക നേരമൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്തിച്ചിരിക്കും. നിനക്കെന്താ ഞങ്ങളെ വിശ്വാസമില്ലേ? പക്ഷേ നിങ്ങളിവിടുന്ന് പോകുമ്പോ തന്നെ സത്യമേ അറിയില്ലേ? ഏയ് ഇല്ല, അത് ഞങ്ങൾ പിൻവാതിൽ വഴി ഇറങ്ങി ജീപ്പ് എടുത്ത് പൊക്കോളാം. പിന്നെ എവിടേക്കാ പോയെന്ന് ചോദിച്ചാൽ എന്തേലും കള്ളം പറഞ്ഞ് പിടിച്ചേക്കണം. ശ്യാം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മ അറിയാതിരുന്നാൽ മാത്രം മതി. മനസ്സിലാവുണ്ട് രണ്ടുപേർക്കും? ഞങ്ങൾ ശ്രമിക്കാം വിഷ്ണുട്ടാ. ശാലിനിയും വിഷ്ണുട്ടനും പോയിട്ട് വാ. വാ. ഇനിയിപ്പോ ഇതോടെ എല്ലാം ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞല്ലോ. എന്താ പാമേ? ശാലിനി ഇവിടെ പങ്കജം കണ്ടില്ല സത്യാമ്മേ. ശാലിനി, ശാലിനി, ശ്യാമ എവിടെ? റെഡി ആയിക്കൊണ്ടിരിക്കാമേ. പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ. ശരി. ഹലോ, പോ. നാളെ എന്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. വിഷ്ണുട്ട, ശ്യാമ അവളെന്തെങ്കിലും കടും കൈ ചെയ്യോ വിഷ്ണുട്ട? ശാലിനി, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട. എടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ പിടിപ്പ് കേടുണ്ടല്ലേ? അവൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നില്ലേ ഇത്? നമ്മളെ കൂടി ചേർന്നല്ലേ ഇത് അവളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്? ചിലപ്പോ ജീവിതം കൈവിട്ടു പോയി അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അവളുടെ സ്വപ്നങ്ങൾ തകർന്നു. ഇനി മുന്നോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് തോന്നിയാലോ? അത് ശാലിനി, നിർത്ത്. എന്റെ സങ്കടം വിഷ്ണുവേട്ടനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? എടോ, അതിന് ഇത്ര സങ്കടപ്പെടാൻ വേണ്ടി അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്ഥാനം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും എന്നെ കൊണ്ടാവാത്ത പല കാര്യങ്ങളും അർച്ചനയിലൂടെ നടത്തണമെന്നുണ്ട് എനിക്ക്. അതിലേറ്റവും പ്രധാനം നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു അവകാശം കൊടുക്കാന്നുള്ളതാ. അതിനി അർച്ചനയ്ക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാവുമ്പോ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. എടുത്തി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നായാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. അത് നല്ല പ്രായത്തിൽ തന്നെ ആകുന്നതാ നല്ലത്.
അച്ഛൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ആവശ്യം. നിനക്കറിയാലോ അച്ഛന്റെ അവസ്ഥ. പല തെറ്റുകളും ഞാൻ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള പ്രായശ്ചിത്തമായി അദ്ദേഹത്തിന്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയാ ഞാനിപ്പോ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാനിപ്പോ അർച്ചനോട് പറഞ്ഞ ഈ ആവശ്യം. ഈ മുറ്റത്ത് ഒരു കുഞ്ഞിക്കാൽ ഓടുന്നത് കാണാനും മുത്തശ്ശ എന്നുള്ളൊരു വിളിക്ക് വിളി കേൾക്കാനും ആ പാവം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഈ സച്ചിയോടും കൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഒരു വലിയ തെറ്റിനും കൂടി എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ആതിരയോട് ചെയ്ത തെറ്റാ. കുഞ്ഞായിരുന്നപ്പോ കളിപ്പാട്ടത്തിന് കരഞ്ഞ അതേ പിടിവാശി ജീവനുള്ള സന്ദീപിന്റെ വിഷയത്തിലും അവള് കാണിച്ചപ്പോ രക്തബന്ധത്തിന്റെ ആഗ്രഹത്തിനപ്പുറം സന്ദീപിന്റെ ആതിരയുടെ സ്നേഹം ഞാൻ കണ്ടില്ല. ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ആതിരയെ ഞാൻ സന്ദീപിൽ നിന്നും അകറ്റാൻ നോക്കി. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. എങ്ങനെയെങ്കിലും സന്ദീപിനെ അനഘയ്ക്ക് കൊടുക്കണമെന്നല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ലായിരുന്നു. ഞാൻ ചെയ്തതിന്റെയൊക്കെ പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് ആതിരെ നമുക്ക് വിവാഹം കഴിപ്പിക്കണം. അനൂപിന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. നിന്നോടും നിന്റെ കുടുംബത്തോടും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും പാപനിവൃത്തിയാണ് ആതിരയ്ക്ക് ഈ കുടുംബത്തിൽ സുരക്ഷിതമായൊരു ജീവിതം. അനഘയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊരു ബോംബാണല്ലോ. അയാൾ എന്തിനാ ബസ്സിൽ ബോംബ് വയ്ക്കുന്നത്? ഇതാ നകുൽ ഏർപ്പാടാക്കിയ ആളായിരിക്കും. മാളുവിനെ ഇല്ലാതാക്കാൻ അവൻ ചെയ്ത പ്ലാൻ ആയിരിക്കും. എന്റെ മോള്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ആ മാളു, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇത് മോളുടെ ഫസ്റ്റ് കോമ്പറ്റീഷനാ. നല്ല മിടുക്കി കുട്ടിയായി ടെൻഷനൊന്നും കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ശരി അച്ഛാ. അതൊക്കെ എന്റെ മാളു ഭംഗിയായിട്ട് ചെയ്യും അല്ലേ മാളു? ഓ, അതിനിവൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനല്ലേ പോകുന്നേ? എന്തൊരു ഷോ ഇത്! അയ്യോ, എന്റെ മോള് ആ ബസ്സിൽ വിടരുത്. മാളുവിന് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല. അവള് നന്നായി തന്നെ മത്സരിക്കും. നിങ്ങളൊക്കെ ഇതിനെ എന്തിനാ വലിയ കാര്യമാക്കുന്നേ? ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? അതെ, മാതാപിതാക്കളുടെ ഈ ഒരു ചിന്തയാണ് പിള്ളേരിൽ മത്സര ബുദ്ധി ഉണ്ടാക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് വാങ്ങണമെന്ന ചിന്തയല്ലേ കുട്ടികളിലേക്ക് മാതാപിതാക്കൾ എത്തിക്കുന്നത്? അതൊക്കെ അജിത്ത് ഇപ്പൊ പറയും. നാളെ അജിത്ത് ഒരു അച്ഛനായി കഴിയുമ്പോ കാണാം. എത്രയൊക്കെ ന്യായം പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ ഒരു ചെറുതായാലും വിജയം കാണാൻ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കും. അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതെ അതെ, നമ്മുടെ മക്കൾ ഒരു കാര്യത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മത്സരത്തിന് ഫസ്റ്റ് വാങ്ങി. ആണോ? അങ്ങനെ ഫസ്റ്റ് ആയ എന്ത് സമ്മാന അച്ഛൻ മാളുവിന് വാങ്ങിത്തരേണ്ടത്? ഞാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിത്തരുമോ? പിന്നെന്താ, എന്താ സംശയം?
എന്തെന്റെ മാളുക്കുട്ടിക്ക് വേണ്ടത്? പറയട്ടെ? മാള് പറഞ്ഞോ, ഈ ചാൻസ് കളയണ്ട. ഞാൻ അച്ഛനോട് മാത്രമായിട്ട് പറയാം. പറ. ഞാൻ ഫസ്റ്റ് വാങ്ങിയാൽ അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കൂ. എന്താ മഹിമാള് പറഞ്ഞത്? അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഓ, ഞാനും അച്ഛനും മാത്രം അറിയേണ്ട രഹസ്യം അത് അല്ലേ അച്ഛാ? അതെ അതെ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും മഹിയേട്ടൻ ഗിഫ്റ്റ് തരുമ്പോ നമ്മളത് കാണുമല്ലോ, അല്ലേ ആന്റി? എന്റെ അച്ഛൻ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത്. കിട്ടിക്കഴിയുമ്പോ ഞാൻ ശ്രേയെ കാണിക്കാം. എന്റെ കുഞ്ഞിനെ പറഞ്ഞയക്കരുത് മഹിയേട്ട, അത് അപകടമാണ്. ഗംഗേ, നീ എങ്കിലും ഒന്ന് കേക്ക്. എന്റെ മാളുവിന്റെ ജീവൻ അപകടത്തിലാ. ആ ബസ്സിൽ എന്റെ കുഞ്ഞിനെ വിടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പോവാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ചേരം ഇരുന്നാ മതി. ഒട്ടും ആശ്വാസം തോന്നുന്നില്ലേ? ഇല്ല, ശരീരം തളരുന്ന പോലെ. തല ഉയർത്തിപ്പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. അതെ, ഈ അവസ്ഥയിൽ ഇനി യാത്ര ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും? മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒരു വഴിയില്ല മഹിയേട്ട, ഈ അവസ്ഥയിൽ ഇനി പോണ്ടെന്ന് തീരുമാനിക്കാനേ സാധിക്കൂ. അയ്യോ, ഇനി യാത്ര ചെയ്താൽ ഞങ്ങൾ മരിച്ചു പോകും. അത്രയ്ക്ക് വയ്യ. ടീച്ചേഴ്സ് ഇല്ലാതെ ബസ്സിൽ പോകാൻ പെർമിഷനും ഇല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? കുട്ടികൾ ഇത്രയും ആഗ്രഹിച്ച് ഇവിടം വരെ വന്നിട്ട് പോവാതിരുന്ന? ടീച്ചേഴ്സ് ഇല്ലെങ്കിലും സാരമില്ല, പാരന്റ്സ് ആരെങ്കിലും കൂടെ ചെന്നാ മതി. ഈ അവസാന നിമിഷം ഇനി ആര് പോവാനാ? ഞാൻ പോവാം. നീ അതിനിതിലെ ഏത് കുട്ടിയുടെ പാരന്റ്? എന്റെ അമ്മയാ. മഹേട്ട, മാള് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൾ ഒത്തിരി കഷ്ടപ്പെട്ടതോ. പോവാൻ പറ്റിയില്ലെങ്കിൽ അത് മാളുവിന് വലിയ സങ്കടാവും. നമ്മുടെ മാളുവിനെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും. മഹേട്ടൻ സമ്മതിച്ച മാളുവിന്റെ കൂടെ ഞാൻ പോവാം. അമ്മേ, ഗംഗ പറഞ്ഞാൽ ശരി. ആരെങ്കിലും കൂടെ പോയാൽ മതിയെങ്കിൽ ഗംഗ പോട്ടെ. കുട്ടികളുടെ മത്സരവും മുടങ്ങില്ലല്ലോ. വേണമെങ്കിൽ ഞാനും കൂടെ പോവാം. മഹിയേട്ടനോ? അത് പറ്റില്ല സർ. കുട്ടികൾക്കൊപ്പം ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടാവണമെന്ന നിയമം. വഴിയിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ സ്ത്രീകളല്ലേ വേണ്ടത്. അതെന്ത് വേണേലും ഞാൻ നോക്കിക്കോളാം. മാളുവിന്റെയും ഈ കുഞ്ഞുങ്ങളുടെയും കഷ്ടപ്പാട് വെറുതെ ആവരുത്. എങ്കിൽ പിന്നെ രേഷ്മ കൂടി ഗംഗയ്ക്കൊപ്പം ചെല്ല്. ഞാൻ പോണോ? ആ, പോണം. നീ കൂടെ ചെല്ല്. ഗംഗ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യുന്നേ? അതെ, നീ കൂടെ ചെല്ല് രേഷ്മേ. അപ്പൊ ഗംഗയാണോ എന്റെ കൂടെ വരുന്നത്? അതെ മാളു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എന്റെ കൂടെ ഗംഗ ഉണ്ടാവണോന്ന്. വേണ്ട മാളു, മോള് പോണ്ട. ഇവരെ അപകടത്തിലേക്ക് പറഞ്ഞയക്കല്ലേ മഹിയേട്ട. എങ്കിൽ പിന്നെ സമയം കളയണ്ട. ഗംഗയും രേഷ്മയും വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞങ്ങൾ ഇപ്പൊ തന്നെ സ്കൂളിൽ വിളിച്ച് ഇൻഫോം ചെയ്യാം. ശരി. ആ ബസ്സിൽ ബോംബുണ്ട്. ബസ് ഇവിടുന്ന് പുറപ്പെട്ട മാളടക്കം ബസ്സിലുള്ള എല്ലാവർക്കും ആപത്ത. എങ്ങനെയെങ്കിലും ബസ് ഇവിടുന്ന് പോകാതെ തടയണം. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ബസ് പോകാതെ തടയും? എന്റെ മാളുവിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ? ലച്ചു എന്താ ഈ പറയുന്നത്? ലച്ചു എന്നെ അറിയില്ലേ? ഞാനെങ്ങനെ നിങ്ങളെ അറിയുന്നേ? ഞാൻ നിങ്ങളെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ. അതെന്ത് പറച്ചില്ല? നിന്നെ അന്വേഷിച്ചല്ലേ അയാൾ വന്നിരിക്കുന്നേ. സത്യമായിട്ട് എനിക്ക് ഇയാളെ അറിയില്ല അപ്പച്ചി. എന്താ നിങ്ങളുടെ പേര്? സഞ്ജയ്. സഞ്ജയ് എന്നൊരാളെ നിനക്കറിയില്ലേ? എനിക്കറിയാവുന്ന സഞ്ജയ് ഈ നിൽക്കുന്ന സഞ്ജുവേട്ടനാ. ആഹാ, പച്ചക്കള്ളം പറയുന്നു. ഇവനെ നിനക്കറിയാം. ഇവനാ നിന്റെ കഴുത്തില് താലി കെട്ടിയ സഞ്ജയ്. നിങ്ങളൊരു സ്ത്രീയല്ലേ? ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വീട്ടിൽ കയറി വന്ന ഇയാള് അവളുടെ ഭർത്താവാണെന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി? എന്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കറിയാം. മുഴുവൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ചാ എന്റെ ഭർത്താവ് എന്റെ കഴുത്തില് ഈ താലി കെട്ടിയത്. സഞ്ജുട്ടാ, ഇവർ പറയുന്ന സഞ്ജുട്ട കേൾക്കുന്നില്ലേ? ഇവരോട് സഞ്ജുട്ടിന് പറയാൻ ഒന്നുമില്ലേ? എടോ, തനിക്കെന്താ പറയാനുള്ളത്? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ താൻ വന്നിട്ടുള്ളത്. നീ തന്നെയല്ലേ ഇവളുടെ ഭർത്താവ്. അല്ല അല്ല അല്ല, എവിടുന്നോ വന്നൊരാള് എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇതിൽ എന്തോ ചതിയുണ്ട് സഞ്ജുവേട്ടാ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാ സഞ്ജുവേട്ടന്റെ അപ്പച്ചി ഈ നാടകം കളിക്കുന്നത്. ഇയാളെ കൊണ്ടുവന്നത് സഞ്ജുവേട്ടന്റെ അപ്പച്ചിയാ. അതൊന്നും മനസ്സിലാക്ക സഞ്ജുവേട്ടാ. അതെ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല സഞ്ജു നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. പിന്നെ സഞ്ജു ആണ് നിന്റെ ഭർത്താവെങ്കിൽ നീ ഒരു തെളിവ് കാണിച്ചോ, ഞങ്ങളത് അംഗീകരിക്കാം. നിന്നെ ഈ വീടിന്റെ മരുമകളായി ഞങ്ങൾ കണ്ടോളാം. വിവാഹ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യില്? കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സഞ്ജുവേട്ടന്റെ കൂടെ വന്നത്. നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം. എന്റെ വീട് വരെ ഒന്ന് പോയാ മതി. കല്യാണത്തിനെടുത്ത ഫോട്ടോ വീട്ടിലുണ്ട്. എന്താ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? എന്ത് തെളിവായി എനിക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങളതൊന്നും നിർത്തും. സഞ്ജുട്ടൻ പറയുന്നതിനപ്പുറം എന്താ ഉള്ളത്? സഞ്ജുട്ടന്റെ ഭാര്യയല്ലേ ഞാൻ. സ്വന്തം ഭാര്യയിൽ അവകാശം പറഞ്ഞ് വേറൊരാൾ വന്നാ കേട്ട് നിൽക്കാണോ വേണ്ടത്? അവൻ നിന്റെ ഭർത്താവല്ല എന്നത് തന്നെ അതിന് കാരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, നീ വിശാലമായിട്ട് ആദിരാത്രി ആഘോഷിക്കാൻ ഒരുങ്ങാണല്ലേ? ഇല്ലടി, നീ ആദിരാത്രി ആഘോഷിക്കില്ല. നിന്റെ ആദിരാത്രി ഞാൻ നടത്തില്ല. ഈ മരുന്ന് ഞാൻ പാലിൽ കലർത്തിയ
നീ അതറിയില്ല. അതറിയാതെ നീ ഇത് കുടിക്കും. ഇത് കുടിച്ചാ പിന്നെ വോമിറ്റ് ചെയ്ത് നീ വശം കെടും. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആക്കിക്കോളാം. ചേച്ചി, കൊള്ളാലോ. ചേച്ചി ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ ചേച്ചിയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. മിക്കവാറും എന്റെ കണ്ണ് ചേച്ചിയുടെ മേൽ പെട്ടത് തന്നെ. ഒന്ന് പോടി വേണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, പാർവതി, അയ്യോ, അവിടെ ഇരിക്ക. എന്താ? അയ്യോ, എന്താ പറ്റിയതാ? കായ മുറിഞ്ഞല്ലോ. എന്റെ ദേവി, കാണിക്ക. പാർവതി, ഈ മുറിവ് കണ്ടിട്ടാണോ നീ ഇങ്ങനെ കരയുന്നേ?
ഇതൊന്നും നീ സാരമാക്കണ്ട. അല്ല, ഞാൻ കാരണമല്ലേ വിശാൽ സാറിന് മുറിവ് പറ്റിയത്. എന്റെ അശ്രദ്ധയല്ലേ ഇതിനൊക്കെ കാരണം. ഏയ്, അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. അറിയാതെ ഗ്ലാസ് കയ്യിൽ നിന്ന് വഴുതി പോകും. തറയിലെ ചില്ല് ശ്രദ്ധിക്കാതെ ഞാൻ അതിൽ ചവിട്ടുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഏതായാലും സാർ അധികം സംസാരിക്കൊന്നും വേണ്ട. സാർ കിടന്നു. അതാ നല്ലത്. നമുക്ക് രാവിലെ കാണാം. പാർവതി, എന്റെ ആവേശത്തിന്റെ പുറത്ത് ഇങ്ങനെ രാത്രി നടത്താൻ പാടില്ലായിരുന്നു. സാർ കിടന്നു. പാർവതി, ഞാൻ പാർവതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ഇപ്പൊ അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും നമുക്കെതിരായിരിക്കുക. ഞാൻ കാര്യം അറിയാൻ അമ്പലത്തിൽ പോയപ്പോ അവിടെ എല്ലാവരും എന്നെ കളിയാക്കുക. തിരുവാഭരണം മോഷ്ടിക്കുന്നു, ദാരിദ്ര്യാന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുക. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി നിരപരാധികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന അക്കിമോനും കൂടി. അത് ഓർക്കുമ്പോഴാ മോളെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത. എന്റെ കൃഷ്ണ, ഞാൻ നിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി പാടിയപ്പോ ഇവിടെ എന്റെ അച്ഛനും അഖിൽ സാറും. ഭഗവാനെ, എന്തിനാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ അഖിൽ സാറിനെ അച്ഛനെ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ കണ്ണ. വാസുവിനും അക്കിമോനും കൂടിയ തിരുവാഭരണം മോഷ്ടിച്ചെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഇപ്പൊ അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും നമുക്കെതിരായിരിക്കുക. അപ്പോ തിരുവാഭരണം മനഃപൂർവ്വം ആരും അവിടെ കൊണ്ടുവച്ചതാണ്. ഇത് ചതിയാ. അത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണം. മോളെ എവിടേക്കാ? അമ്മേ, ഇത് നമ്മളെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ.
അതാരാണെന്ന് ഞാൻ കണ്ടെത്തും. അതിനൊരു വഴി എന്റെ കൃഷ്ണൻ കാണിച്ചു തരും. ഞാൻ തിരിച്ചു വരുന്നത് അഖിൽ സാറിന്റെ അച്ഛന്റെ ഒപ്പമായിരിക്കും. അതിന് കണ്ണൻ എന്റെ കൂടെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോലീസ് ഉപദ്രവിച്ചോ വാസുവേട്ട? അഖിലേട്ടനെ പോലീസ് ഉപദ്രവിച്ചോ? ഇല്ലടാ. ഞാനും അമ്മയും ഇവിടെ അച്ഛനെ അഖിലേട്ടനെ ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. അമ്മ, കുറച്ച് വെള്ളം ചൂടാക്കാം. രണ്ടുപേരും ഇന്നലെ കുളിച്ചില്ലല്ലോ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ശരി മോളെ, ഞാനത് മറന്നു. എങ്ങനെയാ വാസുദേവനോട് മാപ്പ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ഏതെന്ന് അറിയും മുമ്പേ വാസുവേട്ടൻ അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അറിവ് വെച്ച കാലം മുതലേ ഭഗവാന്റെ ഉപാസകന. ഭഗവാന് വേണ്ടി സമർപ്പിച്ചത് എന്റെ ജീവിതം. ഭഗവാൻ എന്നെ ഇന്ന് പരീക്ഷിച്ചു. എന്റെ കുഞ്ഞെന്നെ രക്ഷിച്ചു. ഞാൻ എല്ലാവർക്കും വേണ്ടി മാപ്പ് ചോദിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രസിഡന്റെ. എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ എന്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അഖിമോൻ, അവനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയതിലെ വിഷമമുള്ളൂ. സാരമില്ല ചാ, അതോർത്ത് വിഷമിക്കണ്ട. എന്തായാലും നമ്മുടെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. ഹലോ. ആ സർ, അതെയോ? സന്തോഷം സർ. ഇപ്പൊ എല്ലാം ബോധ്യമായല്ലോ അല്ലേ? താങ്ക് യു സർ. സ്റ്റേഷനിൽ നിന്ന് CI സാറാ ഭഗവാന്റെ തിരുവാഭരണം കട്ട കള്ളന്മാരെ തിരുനെൽവേലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കൃഷ്ണ, നീ കാത്തു. ക്ഷേത്രത്തിലെ ആ സെക്യൂരിറ്റിയും അറസ്റ്റിലായിന്ന്. അവർക്ക് അയാളുടെ സഹായം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മോടെ ബുദ്ധി എന്നെ അഖിമോനെയും ഈ ഊരാക്കുടുക്കിന്ന് രക്ഷിച്ചേ. അതാ ഇപ്പൊ എല്ലാം ശുഭമായി കലാശിച്ചേ. അല്ലച്ച, ഞാനല്ല. എന്റെ കണ്ണനാ എന്നെ കൊണ്ട് ആ ബുദ്ധി തോന്നിപ്പിച്ചത്. അതെനിക്ക് ഉറപ്പുണ്ട്. കണ്ണന്റെ മധുരയല്ല ഞാൻ പാടിയത്. അപ്പോ കണ്ണന്റെ ശ്യാമയെ കണ്ണൻ കൈവിടുവോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടോ, എത്ര ദിവസമായി ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കുന്നു. ഇനി അത് നടത്തി തരാൻ കഴിയില്ലെങ്കിലേ തുറന്നു പറ, ഞാൻ വേറെ സോഴ്സ് അന്വേഷിക്കട്ടെ. അയ്യോ കഷ്ടം. എടോ, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫിലിം സ്റ്റാറുകളും സീരിയൽ സ്റ്റാറുകളും മാത്രമല്ല ഉള്ളത്. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ, ചിത്രകാരൻ. വെറുതെ നോക്കി വരയ്ക്കുന്നവനല്ല, നല്ല ഭാവനയും ക്രിയേറ്റിവിറ്റിയുമുള്ള ടാലന്റഡ് പേഴ്സൺ. മതി മതി മതി. നിന്നെ വിളിച്ചൊരു ചിത്രകാരനെ വേണമെന്ന് പറഞ്ഞ എന്നെയാ തല്ലേണ്ടത്. വേണ്ട വേണ്ട വേണ്ട, ഇനി താൻ ശ്രമിക്കണ്ട.
ഇത്രയും നാളെ ശ്രമിച്ച് കഷ്ടപ്പെട്ടില്ലേ, ഇനി മതിയാക്കിക്കോ. കടൽ ഏതാ കടലാടി ഏതാന്നറിയാത്ത തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വയ്ക്കടാ ഫോൺ. ബോറന്മാര്. സാറേ, എന്തൊരു സാറേ മുഖം വല്ലാതിരിക്കണല്ലേ? ആ, വലിയ തെറ്റാ ഞാൻ ചെയ്തത്. താനി പമ്പര വിട്ടിത്തം അത്ര തന്നെ. ആ ചിത്രകാരന് ഒരു കാരണവശാലും നമ്മളെ പിണക്കരുതായിരുന്നു. അവന്റെ ആ അഹങ്കാരം കേട്ടപ്പോ അവന്റെ യാതൊരു സഹായവും മേലിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പോയി. പക്ഷേ ഇപ്പൊ എത്ര പേരോട് എത്ര ഏജൻസികളോട് ഞാൻ അന്വേഷിച്ചു എന്നറിയും. നല്ലൊരു ചിത്രകാരനെ സംഘടിപ്പിച്ചു തരാൻ ആർക്കും ഒരു ഐഡിയ ഇല്ല. അതിലും എത്രയോ ഭേദമായിരുന്നു അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് ഇനി ആലോചിക്കണ്ട സാറേ. അന്നത്തെ ഉപദ്രവത്തില് അയാളെ കൈഞ്ഞേരം മുറിഞ്ഞു. വിരലുകൾ ചലിപ്പിക്കാനാവാത്ത അവസ്ഥയാ. ആണോ? ഓ, കഷ്ടം. ആ പടങ്ങൾ വരച്ചു തന്നിട്ടായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കാനാണ് വന്നത്. സാറ് താണ്ട് ഇത് കണ്ടായിരുന്ന? നമ്മളെ ടൗണിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ചിത്രപ്രദർശനമാണ്. അവിടെ ചെന്നാല് കുറച്ച് ചിത്രകാരന്മാർ വരില്ലേ സാറേ? നമുക്ക് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചോണ്ടാ പോരെ നമ്മൾ ആവശ്യത്തിന്. സംഗതി ശരിയാ. ലക്ഷണം കണ്ടിട്ട് ഏതോ ബുദ്ധിജീവി പരിപാടിയാണെന്നാ തോന്നുന്നത്. എനിക്കും തോന്നി. പക്ഷേ കാശിറക്കിയാൽ വളയാത്ത ഏത് ബുദ്ധിജീവിയാ ഇവിടെ ഉള്ളത്? കൂലി എഴുത്തുകാരുള്ള നാട്ടില് കൂലി വരപ്പുകാരും കാണും ധാരാളം. എന്തായാലും ആദ്യമായി തന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇത്തവണ ആ പെങ്കൊച്ചുങ്ങൾ കുടുങ്ങും മണിച്ച സൗഭാഗ്യം ദർശനയും. ഇനി ബോളും മേഘനാഥന്റെ കോർട്ടില. ബോളൊക്കെ കിട്ടി. ഇനി മുമ്പത്തെ പോലെ സെൽഫ് ഗോൾ അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേ, ഫയല് മറക്കണ്ട. അഞ്ജലി ഓർത്ത് തന്നു വിട്ടതാ. ഇന്നെന്തായാലും കൂടെ ഞാനില്ല കേട്ടാ. വെറുതെ അറിയാത്ത കാര്യത്തിന് പോയി ഓരോരോ വീട്ടുകാരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട കാര്യം എന്താ ഈ പുഷ്പന്? നമുക്ക് നമ്മുടെ ഈ മുറ്റം തന്നെ ധാരാളം. ഇതാ പിടിച്ചോ. പുഷ്പൻ ചേട്ടാ, അത് എനിക്കൊരു സഹായം ചെയ്യണമല്ലോ. സഹായോ? ദത്തൻ സാർ വിളിച്ചിരുന്നു. എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂടെ അഞ്ജലിയും വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുക. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് ഇക്കാര്യം പുഷ്പൻ ചേട്ടൻ അഞ്ജലിയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത്രേ ഉള്ള. ഇപ്പൊ വിളിക്കാം. ആഹാ, ദേ അഞ്ജലി നിൽക്കുന്നുണ്ടല്ലോ. മോളെ, ഇങ്ങോട്ട് തോന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രസാദിന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. ഇനി എന്താ ഇത്ര കൺഫ്യൂഷൻ? കാര്യം അവളോട് നേരിട്ട് പറഞ്ഞേക്ക്. എന്താ പറയാനുള്ളത്? ഏയ്, ഒന്നുമില്ല. അത് പിന്നെ ദത്തൻ സാറില്ലേ, ഉമാദത്തൻ സാറ്, പുള്ളി വിളിച്ചിരുന്നു. ഞാനങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. കൂടെ താനും വേണമെന്ന് പറഞ്ഞിരിക്കുന്നേ. ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ ഡിസിഷൻ ഇന്നെടുക്കണമെന്നാ. അതിന് താൻ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ. ആഹാ, അത് നല്ല കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ അഞ്ജലി കൂടി പ്രസാദിന്റെ കൂടെ ദത്തൻ സാറിന്റെ വീട്ടിലേക്ക് നല്ല കാര്യങ്ങൾ നടക്കും. അല്ലേ പ്രസാദ്? അതെ. വേണ്ട, ഞാൻ തന്നെ ചോദിക്കോളാം.
ഇത് പിടിക്കും. എന്നെ നോക്കിട്ടെന്തിനാ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. വരുന്നില്ലെന്ന് അഞ്ചിന് തീരുമാനിച്ചാൽ അതിന് കാരണം നീ തന്നെയാ. നിന്റെ സ്വന്തം നാവ്. മുരളിയേട്ടാ, മുരളിയേട്ടാ എഴുന്നേക്ക്. ഇത് സ്വപ്നമൊന്നും അല്ല. എഴുന്നേക്ക് മുരളിയേട്ടാ, ഞാനിവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.